പ്രിയപ്പെട്ട സഹാക്കളെ, അനശ്വരനായ രക്തസാക്ഷി സഖാവ് ആർ കെ കൊച്ചനിയൻ്റെ രക്തസാക്ഷിത്വത്തിന് 3 പതിറ്റാണ്ട് പൂർത്തീകരിക്കുകയാണ്. അതിൻ്റെ അനുസ്മരണ ദിനമാണ് ഇന്ന് SFIയുടെയും പാർട്ടിയുടെയൊക്കെ നേതൃത്വത്തിൽ ആചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഗവൺമെൻറ് കോളേജിലെ യൂണിയൻ്റെ ജനറൽ സെക്രട്ടറിയും SFIയുടെ ജില്ലാ കമ്മിറ്റി അംഗവുമായിരുന്ന സഖാവ് കൊച്ചനിയനെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ലോക കലോത്സവങ്ങളുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി ഒരു കലോത്സവ വേദിയിൽ അർഹതപ്പെട്ട ഒരു ബാഡ്ജ് ചോദിച്ചതിൻ്റെ പേരിലാണ് KSUവിൻ്റെ സിൻഡിക്കേറ്റ് അംഗത്തിൻ്റെ ഉൾപ്പെടെ നേതൃത്വത്തിൽ അതിക്രൂരമായ നിലയിൽ ആക്രമിച്ചു കൊലപ്പെടുത്തുന്നത്. ഇന്ന് രാവിലെ കൊച്ചനിയൻ്റെ വീട്ടിൽ CPMൻ്റെ ജില്ലാ സെക്രട്ടറി സഖാവ് KV അബ്ദുൽ ഖാദർ പുഷ്പചക്രം അർപ്പിക്കുകയുണ്ടായി. ഇന്ന് ഉച്ചയ്ക്ക് SFIയുടെ നേതൃത്വത്തിൽ തൃശ്ശൂർ പട്ടണത്തിൽ വലിയ വൈറ്റ് വളണ്ടിയർ മാർച്ചും പ്രകടനവും പൊതുസമ്മേളനവും നടക്കുകയുണ്ടായി. നമ്മുടെ SFIയുടെ സംസ്ഥാന സെക്രട്ടറി അത് ഉദ്ഘാടനം ചെയ്തു. CPIMൻ്റെ മണ്ണുത്തി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൈകിട്ട് പൊതുയോഗം നടക്കുകയുണ്ടായി. ആ പൊതുയോഗം CPIMൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗം സഖാവ് K രാധാകൃഷ്ണൻ ഇതിൽ പങ്കെടുത്ത് സംസാരിക്കുകയുണ്ടായി. ഈ 3 പരിപാടിയിലും എനിക്കിന്ന് പങ്കെടുക്കാൻ കഴിഞ്ഞു. കൊച്ചനിയനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ വിദ്യാർത്ഥി രാഷ്ട്രീയ പോരാട്ടങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പേരാണ് സഖാവ് കൊച്ചനിയൻ്റെ. കേരളത്തിലെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം കൊച്ചനിയൻ്റെ രക്തസാക്ഷിത്വം വിദ്യാർത്ഥി പ്രസ്ഥാനത്തിനുണ്ടാക്കിയ വേദന തീരെ ചെറുതല്ലാത്തതാണ്. കൊച്ചനിയൻ്റെ മരണത്തിന് ശേഷം പതുക്കെ കേരളത്തിലെ എല്ലാ കലാലയങ്ങളിലും എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും KSUവിനെ തകർത്തെറിഞ്ഞുകൊണ്ട് SFIക്ക് മുന്നോട്ട് വരാൻ കഴിഞ്ഞു. ഒരു ഘട്ടത്തിൽ കേരളത്തിലെ എല്ലാ സർവകലാശാല യൂണിയനുകളും ഭരിക്കുന്ന വിദ്യാർത്ഥി സംഘടനയായിട്ട് SFI മാറി. ഇപ്പം നിലവിൽ കാലിക്കറ്റ് സർവകലാശാല SFI പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കാലിക്കറ്റും കുസാറ്റും ഒഴികെ മറ്റ് സർവകലാശാലകളൊക്കെ ഇന്ന് SFI യൂണിയനുകൾ നേതൃത്വം നൽകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. കൊച്ചനിയൻ്റെ രക്തസാക്ഷിത്വം സ്മരിക്കുമ്പോൾ ഈ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള കാബാലിക സംഘം ഇപ്പോഴും അക്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കൊച്ചനിയനെ ഒരു കലോത്സവ വേദിയിലാണ് കൊലപ്പെടുത്തിയതെങ്കിൽ ഇന്നും കലോത്സവ വേദികളെ കലാപഭൂമികളാക്കി മാറ്റാനുള്ള പരിശ്രമമാണ് KSU നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ തൃശ്ശൂർ ജില്ലയിൽ നടന്ന ഡിസോൺ കലോത്സവം ആ ഡിസോൺ കലോത്സവത്തിൽ SFIയുടെ പ്രവർത്തകരെ ആക്രമിക്കാനും കൊലപ്പെടുത്താനുള്ള പരിശ്രമമാണ് KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ വീണ്ടും ആളുകളെ ആക്രമിച്ച് കൊലപ്പെടുത്തുന്ന കൊലപാതക രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളായി കൊച്ചനിയൻ്റെ കൊലപാതകികൾ വീണ്ടും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇടുക്കിയിലെ പൈനാവ് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന ധീരജ് രാജേന്ദ്രനെ അതിക്രൂരമായ നിലയിലാണ് ഇവർ കൊലപ്പെടുത്തിയത്. 2 വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പം ഇപ്പോഴും കൊച്ചനിയൻ്റെ കൊലപാതകികൾ ആ കൊലക്കത്തി താഴെ വെച്ചിട്ടില്ല എന്നാണ് വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ കോൺഗ്രസിന്റെ കേരളത്തിലെ സമുന്നതമായ നേതൃത്വം അവർ SFI അധിക്ഷേപിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ലഹരി മാഫിയയുമായി ബന്ധപ്പെട്ട കൊലപാതകങ്ങൾ, ആ കൊലപാതകങ്ങളിലൊക്കെ അതിന്റെ കാരണക്കാർ അല്ലെങ്കിൽ അതിനെ പ്രചരിപ്പിക്കുന്നത് SFI ആണ് എന്നൊക്കെ MMSനെ പോലെയുള്ള നേതാക്കന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും കുറച്ച് നാളുകൾക്ക് മുമ്പ് നെയ്യാർ ഡാമിൽ KSUവിൻ്റെ ഒരു ക്യാമ്പ് നടന്നിരുന്നു. ആ ക്യാമ്പിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് പരസ്പരം ഏറ്റുമുട്ടുന്ന KSUവിൻ്റെ നേതാക്കന്മാരെ നമ്മൾ കാണുകയുണ്ടായി. കേരളത്തിലെ RSSനെയും സംഘപരിവാർ പ്രസ്ഥാനങ്ങളെയും പ്രതിരോധിക്കുന്നത് കേരളത്തിൻ്റെ കലാലയങ്ങളാണ്. നമ്മുടെ രാജ്യത്ത് തന്നെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രതിപക്ഷമായി പ്രവർത്തിക്കുന്നത് നമ്മുടെ കലാലയങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമാണ്. ഇപ്പോൾ പൗരത്വ ഭേദഗതി നിയമമൊക്കെ പ്രഖ്യാപിച്ചപ്പോൾ നമ്മൾ കണ്ടു, നമ്മുടെ രാജ്യം കേൾക്കുമാർ ഉച്ചത്തിലുള്ള പ്രക്ഷോഭങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നത് നമ്മുടെ കലാലയങ്ങളാണ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. ആ കലാലയങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഉയർന്നു വരുന്ന പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ളത് SFI ആണ്, പ്രത്യേകിച്ച് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ്. കേരളത്തിലാണെങ്കിൽ കൊച്ചനിയൻ്റെ പ്രസ്ഥാനം നേതൃത്വം നൽകുന്ന സർക്കാർ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവാണ്. ഇവിടെ പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന സർക്കാർ ഇപ്പോൾ വ്യവസായ മേഖലയിൽ വലിയൊരു കുതിപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കൊച്ചിയിൽ 21-22 തീയതികളിലായി നടന്നിട്ടുള്ള വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റിലൂടെ ഏകദേശം 1.5 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം കേരളത്തിലേക്ക് വരാൻ വേണ്ടി പോവാണ്. ഏകദേശം 378ലധികം കമ്പനികൾ കേരളത്തിൽ നിക്ഷേപിക്കാൻ തയ്യാറായിട്ട് വരികയാണ്. കോൺഗ്രസിൻ്റെ MP ആയിട്ടുള്ള ശശി തരൂർ അദ്ദേഹം പറയുകയാണ്, ആഗോളതലത്തിൽ കേരളം ലോകത്തിന് വ്യവസായ സംരംഭങ്ങളുടെ കാര്യത്തിൽ മാതൃകയാണ്. കോൺഗ്രസ് ഇനി കേരളത്തിൽ 3ാമത് അധികാരത്തിൽ വരുമെന്ന് പറയാൻ വേണ്ടി കഴിയില്ല. ഇതേപോലെ തന്നെ നമ്മുടെ കോൺഗ്രസിൻ്റെ നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറയാണ്, 3ാമത് കേരളത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വരാൻ സാധ്യത കുറവാണ്. വീണ്ടും 3ാമത് ഇടതുപക്ഷം കേരളത്തിൽ അധികാരത്തിൽ വരാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഈ നിലയിൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ തന്നെ പറയുന്ന ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്. കോൺഗ്രസ് ചെയ്യുന്നത് കേരളത്തിലെ മാധ്യമങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്
കുപ്രചരണങ്ങൾ സംഘടിപ്പിക്കുകയാണ്. നമ്മുടെ രാജ്യത്തെ RSSനെതിരായിട്ട് പോരാട്ടം നടത്തേണ്ടുന്ന കോൺഗ്രസ് RSSനെതിരായിട്ടുള്ള പ്രക്ഷോഭങ്ങളിലൊക്കെ കൈ കഴുകുകയാണ്. അപ്പോൾ അവരുടെ RSSന്റെ എതിരായിട്ടുള്ള പോരാട്ടത്തിൽ ഏറ്റവും വലിയ കുന്തമനായിട്ട് അവർ കാണിക്കുന്ന പ്രിയങ്ക ഗാന്ധിയാണ്. അവരുടെ വയനാട് ബൈ ഇലക്ഷന് മത്സരിക്കുമ്പോൾ നോമിനേഷൻ കൊടുക്കാൻ വന്നപ്പോൾ അവരോടൊപ്പം 3 സെറ്റ് നോമിനേഷനാണ് അവർ കൊടുത്തത്. ആദ്യ സെറ്റ് നോമിനേഷൻ കൊടുക്കുമ്പോൾ അവരുടെ വലതുവശത്തിരുന്നത് AICCയുടെ പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെയോ മുൻ പ്രസിഡന്റ് സോണിയാഗാന്ധിയോ മുൻ പ്രസിഡന്റ് രാഹുൽ ഗാന്ധിയോ ഒന്നുമല്ല, മറിച്ച് അവരുടെ ഭർത്താവ് റോബർട്ട് വധേരയാണ്. ഇലക്ട്രൽ ബോണ്ട് വഴി 170 കോടി രൂപയുടെ കള്ളപ്പണമാണ് ഇലക്ട്രൽ ബോണ്ട് വഴി റോബർട്ട് വധേര BJPക്ക് സംഭാവന കൊടുത്തത്. ആ റോബർട്ട് വധേരയ്ക്ക് എങ്ങനെയാണ് ഈ BJPക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ അവരുടെ ഭാര്യയ്ക്ക് നേതൃത്വം നൽകാൻ വേണ്ടി കഴിയുക എന്നുള്ള ചോദ്യമാണ് ഇന്ത്യയിൽ ഇടതുപക്ഷം ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ മുഖ്യധാര പ്രതിപക്ഷ പ്രസ്ഥാനം എന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസിന് ഒരിക്കലും RSSനെ പ്രതിരോധിക്കാൻ കഴിയില്ല എന്നാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ഈ സർക്കാർ ഇതിനൊരു ബദൽ നമ്മുടെ രാജ്യത്ത് ഉയർത്തുമ്പോൾ ആ സർക്കാരിനെ സാമ്പത്തിക ഉപരോധത്തിലൂടെ തകർക്കാനുള്ള പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ധനകാര്യ കമ്മീഷനുകളിൽ നമുക്ക് അർഹതപ്പെട്ട വിഹിതങ്ങൾ നിഷേധിക്കുക, നമുക്ക് ലഭിക്കേണ്ടുന്ന സഹായങ്ങൾ അതില്ലാണ്ടാക്കുക, ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഈ കേന്ദ്ര ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വയനാട് ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടായി, ആ വയനാടിന് ഒരു കൈത്താങ്ങ് നൽകാൻ പോലും കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാവുന്നില്ല. എന്നാൽ കേരളത്തിലെ സർക്കാർ ആ വയനാട്ടിൽ ദുരിതബാധിതരായ ഒരു മനുഷ്യനും അനാഥരാവില്ല എന്നുള്ള പ്രഖ്യാപനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ KN ബാലഗോപാലിന്റെ ബഡ്ജറ്റിൽ 700 കോടി രൂപ അതിനു വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. ഞാൻ ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. തീർച്ചയായും കൊച്ചനിയന്റെ രക്തസാക്ഷിത്വം നമുക്ക് വലിയ ആവേശമാണ്. വിദ്യാർത്ഥി പ്രവർത്തകർക്കും നമ്മുടെ പാർട്ടിയുടെ പ്രവർത്തകർക്കൊക്കെ കൊച്ചനിയന്റെ രക്തസാക്ഷിത്വം വലിയ ആവേശമാണ്. ഈ ഗ്രൂപ്പിലെ മുഴുവൻ ആളുകൾക്കും DYFIയുടെ ജില്ലാ കമ്മിറ്റിയുടെ ഊഷ്മളമായ അഭിവാദ്യങ്ങൾ അറിയിക്കുകയാണ്. ഞാനിവിടെ നമ്മളുടെ K. രാജൻ പങ്കെടുക്കുന്ന ഞങ്ങളുടെ ഒല്ലൂർ മണ്ഡലത്തിലൊരു മീറ്റിങ്ങിലാണ്. അപ്പം എനിക്കതുകൊണ്ട് അധികം സമയം സ്പെൻഡ് ചെയ്യുന്നതിന് ഒരു പ്രയാസമുണ്ട്. ഞാൻ ആ യോഗത്തിൻ്റെ ഇടയിൽ പുറത്തിറങ്ങിയിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്നെ കേട്ട എല്ലാവർക്കും DYFIയുടെ ജില്ലാ കമ്മിറ്റിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ എല്ലാവിധ അഭിവാദ്യങ്ങളും അറിയിക്കുകയാണ്. ലാൽ സലാം.